വരാനിരിക്കുന്ന ദിലീപ് സിനിമകളിൽ ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന 5 സിനിമകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചരിത്രം പറയുന്ന കലാസി. ദിലീപ് നായകനായെത്തുന്ന ചരിത്ര സിനിമയാണ് കലാസി. കോമഡി ഉത്സവത്തിലൂടെ പ്രിയങ്കരനായി മാറിയ മിഥുൻ രാജാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് കലാസി നിർമ്മിക്കുന്നത്. ഇതൊരു കെട്ടുകഥയല്ല, കെട്ടിന്റെ കഥയെന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ. മലബാർ മാപ്പിള കലാസികളുടെ ചരിത്ര കഥയാണ് ഈ സിനിമ പറയുന്നത്. മലയാള സിനിമകളിൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും ചിലവേറിയ സിനിമ കൂടിയാണ് കലാസി. സംവിധായകനൊപ്പം അന്വരൂപ് കൊയിലാണ്ടിയും സതീഷുമാണ് തിരക്കഥ എഴുതുന്നത്. കോഴിക്കോടാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പടുകൂറ്റൻ സെറ്റാണ് അണിയറയിലൊരുങ്ങുന്നത്. കലാസി സാഹസികതകളെ സാങ്കേതിക തികവോടുകൂടി പകർത്തുക എന്ന ലക്ഷ്യത്തോടെ മലബാർ മുതൽ മക്ക വരെ നീളുന്ന കലാസി ചരിത്രത്തിന് ഇതാദ്യമായി ചലച്ചിത്ര ഭാഷ്യമൊരുങ്ങുകയാണ്. മലബാർ കലാസികളുടെ മെയ്ക്കരുത്തിന്റെയും മനക്കണക്കിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. പറക്കും പപ്പൻ എന്ന സൂപ്പർ ഹീറോ. പറക്കും പപ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ വിയാൻ വിഷ്ണുവാണ്. 2018 ക്രിസ്തുമസിന് പ്രഖ്യാപിച്ച സിനിമ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് തുടങ്ങുവാൻ പോകുന്നത്. ഒരു ലോക്കൽ സൂപ്പർ ഹീറോയെയാണ് ദിലീപ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസും കാർണിവൽ മോഷൻ പിക്ചേഴ്സും ചേർന്നുള്ള ആദ്യ നിർമ്മാണ സംരംഭമാണിത്. തികച്ചും കോമഡിയും സസ്പെൻസും നിറഞ്ഞ വ്യത്യസ്തമായ കഥയാണ് പറക്കും പപ്പൻ പറയുന്നത്. ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പറക്കും പപ്പൻ എത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിധത്തിലാകും ഈ സിനിമയുടെ മേക്കിംഗ്. പ്രൊഫസർ ഡിങ്കൻ. ദിലീപ് മജീഷ്യനായെത്തുന്ന സിനിമയാണ് പ്രൊഫസർ ഡിങ്കൻ. രാമചന്ദ്ര ബാബുവിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു പ്രൊഫസർ ഡിങ്കൻ. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ബാക്കി വരുന്ന ഭാഗം സംവിധാനം ചെയ്യുന്നത് രവി കെ ചന്ദ്രനാണ്. വലിയ മുതൽ മുടക്കിലൊരുങ്ങുന്ന പ്രൊഫസർ ഡിങ്കൻ ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിരിക്കും. കെച്ചൊരുക്കുന്ന കിടിലൻ ആക്ഷൻ രംഗങ്ങളോടുകൂടി ചിത്രീകരിക്കപ്പെടുന്ന ഈ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ കൂടിയാണ്. 3Dയിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ ആദ്യ ടീസർ തിയേറ്ററിൽ ഇറക്കിയിരുന്നു. നമിത പ്രമോദ്, റാഫി തുടങ്ങിയവർ ദിലീപിനൊപ്പം പ്രധാന വേഷത്തിലെത്തുന്നു. മനസ്സ് നിറച്ചിരിപ്പിക്കാൻ കേശു ഈ വീടിന്റെ നാഥൻ. ആദ്യമായി ദിലീപും ഉർവശിയും നായികനായകന്മാരായി അഭിനയിക്കുന്ന കേശു ഈ വീടിന്റെ നാഥൻ ഷൂട്ടിംഗ് പൊള്ളാച്ചിയിൽ പൂർത്തിയാക്കിയിരുന്നു. സിനിമയുടെ ഏതാനും ലൊക്കേഷൻ ഫോട്ടോകൾ പുറത്തിറങ്ങിയിരുന്നു. നാദർഷ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശിയുടെ ചെറുപ്പകാലത്തെ അവതരിപ്പിക്കുന്നത് അനുശ്രീയാണെന്നാണ് സൂചന. സജീവ് പാഴൂരിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഒരു മുഴുനീള കോമഡി സിനിമയാണ്. നാദർഷ തന്നെ സംഗീതമൊരുക്കുന്ന സിനിമയ്ക്ക് വരികൾ എഴുതുന്നത് ഹരിനാരായണനാണ്. ഈ വർഷം ഒടുവിലായി സിനിമ തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൺവേയുടെ 2ാം ഭാഗമായ വാളയാർ പരമശിവം. കരിയറിലെ എക്കാലത്തെയും വിജയങ്ങളിലൊന്നായ റൺവേയുടെ 2ാം ഭാഗം ഉടനുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ദിലീപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ കോവിഡ് കാരണം മറ്റു സിനിമകളുടെ ഷൂട്ടിംഗ് വൈകുന്നത് ഈ സിനിമയും പ്രതിസന്ധിയിലാക്കി. വാളയാർ പരമശിവം വീണ്ടും എത്തുമെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു വാളയാർ പരമശിവം. വർഷങ്ങൾക്ക് ശേഷം റൺവേ തുടർക്കഥയുമായി എത്തുകയാണ് ജോഷി ദിലീപ് കൂട്ടുകെട്ട്. ഉദയകൃഷ്ണയും സിബി കെ തോമസും ചേർന്നാകും 2ാം ഭാഗത്തിന് തിരക്കഥൊരുക്കുന്നത്. താരത്തിന് വരാനിരിക്കുന്ന സിനിമകളിൽ ഈ സിനിമയ്ക്ക് ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികൾ ഒന്നടങ്കം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിനൊപ്പം 10ഓളം സിനിമകളാണ് താരത്തിന്റെ അണിയറയിലൊരുങ്ങുന്നത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.